എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യ ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു പക്ഷേ അല്പം കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കാര്യവുമാണ്. ശരിക്കും നമുക്ക് സപ്ലിമെൻറ്റുകൾ ആവശ്യമുണ്ടോ? ഇക്കാലത്ത് മിക്കവാറും തന്നെ എല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള സപ്ലിമെൻറ്റുകൾ കഴിക്കുന്നവരാണ്. അത് മൾട്ടി വൈറ്റമിനുകളാവാം, കാൽഷ്യം ആവാം, പ്രോട്ടീൻ പൗഡറാവാം, അങ്ങനെ പലതും നമ്മളിൽ പലരും കഴിക്കാറുമുണ്ട്. എന്നാൽ നമുക്കവ ശരിക്കും ആവശ്യമുണ്ടോ? അവ സുരക്ഷിതമാണോ? എപ്പോഴാണ് അവ അത്യാവശ്യമാകുന്നത്? നമുക്ക് ഓരോ കാര്യങ്ങളും ഇന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ശരിക്കും എന്താണ് ഈ സപ്ലിമെൻറ്റുകൾ? നമുക്കറിയുന്ന പോലെ വൈറ്റാമിനുകൾ, ധാതുക്കൾ, ലവണങ്ങൾ, അമിനോ ആസിഡുകൾ അഥവാ പ്രോട്ടീൻ, അല്ലെങ്കിൽ ഔഷധ സസ്യങ്ങളുടെ സത്തുകൾ എന്നിവ പോലെയുള്ള പോഷകങ്ങളുടെ ഒരു സാന്ദ്രീകൃത രൂപമാണ് സപ്ലിമെൻറ്റുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ വൈറ്റാമിൻ ഡി ടാബ്ലറ്റുകളായിട്ടോ, കാൽഷ്യം സപ്ലിമെൻറ്റുകൾ, വേ പ്രോട്ടീൻ, ഒമേഗ 3 ക്യാപ്സൂളുകൾ, അയൺ ടാബ്ലറ്റുകൾ എന്നിവയെല്ലാം പലതരത്തിൽപ്പെട്ട സപ്ലിമെൻറ്റുകളാണ്. ശരിക്കും ആർക്കാണ് ഈ സപ്ലിമെൻറ്റുകൾ ആവശ്യമായിട്ടുള്ളത്? ഒരു പക്ഷേ ചിലപ്പോൾ ചില പ്രത്യേക ആരോഗ്യ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ, അവർക്ക് സപ്ലിമെൻറ്റുകൾ അത്യാവശ്യമാണ്. വൈദ്യശാസ്ത്രപരമായി സ്ഥിരീകരിച്ച ഡെഫിഷ്യൻസി അഥവാ പോരായ്മകൾ എന്നോ ഡയഗ്നോസ്ഡ് ഡെഫിഷ്യൻസി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കുറഞ്ഞു എന്ന് നമുക്ക് ഉറപ്പുള്ള അവസ്ഥകളിലൊക്കെ നമുക്ക് സപ്ലിമെൻറ്റുകൾ ഒരു നിശ്ചിത കാലത്തേക്ക് കഴിക്കേണ്ടി വരാം. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ വൈറ്റാമിൻ ഡി കുറഞ്ഞ ഒരാളാണെങ്കിൽ വൈറ്റാമിൻ ഡി സപ്ലിമെൻറ്റുകൾ ഒരു പക്ഷേ വളരെ കുറഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്യാവശ്യമായിട്ട് വന്നേക്കാം. ഇപ്പോൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് അയൺ ടാബ്ലറ്റുകൾ വേണ്ടി വന്നേക്കാം. ഈ ഘട്ടങ്ങളിൽ സപ്ലിമെൻറ്റുകൾ ഇത്തരം പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ പോലെ പ്രവർത്തിക്കുന്നു. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഒക്കെ പലപ്പോഴും ഡോക്ടർമാർ ഇത്തരത്തിലുള്ള വൈറ്റാമിൻ സപ്ലിമെൻറ്റുകൾ കൊടുക്കുന്നതൊക്കെ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്തിനാണ് ഇത്തരത്തിൽ സപ്ലിമെൻറ്റുകൾ കൊടുത്തിട്ടുണ്ടാകുക എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കാരണം മറ്റൊന്നുമല്ല, കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോളിക് ആസിഡ്, അയൺ, കാൽഷ്യം, DHA എന്നിവയൊക്കെ ഈ സമയത്ത് ഉയർന്ന തോതിൽ ആവശ്യമായിട്ട് വരുന്നു. അതുകൊണ്ടാണ് ഇത്തരം സമയങ്ങളിൽ നമ്മൾ ഇവർക്ക് ഇത് കൊടുക്കേണ്ടി വരുന്നത്. മുതിർന്ന ആളുകൾക്ക് വേണ്ടി ചില സപ്ലിമെൻറ്റുകൾ വന്നേക്കാം. വളരെ പ്രായം കൂടിയ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് അവർക്ക് വൈറ്റാമിൻ B12, വൈറ്റാമിൻ ഡി, കാൽഷ്യം തുടങ്ങിയവയുടെയൊക്കെ അബ്സോർപ്ഷൻ കുറയാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് അവർക്ക് ഡെഫിഷ്യൻസി ഉണ്ടാകാം. അത്തരമുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാറുമുണ്ട്. ഇപ്പോൾ സസ്യാഹാരികളായിട്ടുള്ള ആൾക്കാർക്ക് പല ഘട്ടത്തിലും നമ്മൾ വൈറ്റാമിൻ B12 സപ്ലിമെൻ്റായിട്ട് ആവശ്യമായി വന്നേക്കാം. ചിലപ്പോൾ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ഇവർക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെയുള്ള സപ്ലിമെൻറ്റുകൾ നമ്മൾ കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. മാൽ അബ്സോർപ്ഷൻ രോഗമുള്ള ആൾക്കാർക്ക് ആവശ്യമായിട്ട് ചിലപ്പോൾ സപ്ലിമെൻറ്റ് വന്നേക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ സീലിയാക്ക് രോഗം പോലെയുള്ള, ക്രോൺസ് രോഗം പോലെയുള്ള ആൾക്കാരിലൊക്കെ ഒരു പക്ഷേ അയണിൻ്റെയും കാൽഷ്യത്തിൻ്റെയും കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റാമിനുകൾ, വൈറ്റാമിൻ A, D, E, K ഇവയുടെയൊക്കെ ആഗിരണം കുറയാനുള്ള സാധ്യതയുമുണ്ട്. ഒരു പക്ഷേ കായിക താരങ്ങൾക്കും കഠിനമായിട്ട് വ്യായാമം ചെയ്യുന്നവർക്കൊക്കെ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റുകൾ അവരുടെ സാമാന്യ ആവശ്യമായിട്ട് വന്നേക്കാം. വ്യായാമത്തിൻ്റെ തീവ്രതയും അവരുടെ ആ ലക്ഷ്യങ്ങൾക്കും അനുസരിച്ച് ഇവർക്ക് കൂടുതലായിട്ട് പ്രോട്ടീനോ ഇലക്ട്രോലൈറ്റുകളോ ഒക്കെ അധികമായിട്ട് പലപ്പോഴും കൊടുക്കാറുണ്ട്. ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ആർക്കാണ് സപ്ലിമെൻ്റ് ആവശ്യമില്ലാത്തത് എന്നത്. സമീകൃതവും വൈവിധ്യപൂർണമായ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്ത് ഒരു ക്രമീകരിച്ച ഒരു ഭക്ഷണം കഴിക്കുന്ന ആരോഗ്യവാനായിട്ടുള്ളൊരു വ്യക്തിക്ക് എല്ലാ പോഷണവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ ദിവസവും മുട്ടയും മത്സ്യവും പച്ചക്കറികളും ചെറുധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും നട്ട്സും പഴങ്ങളും ഇവയൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൾട്ടി വൈറ്റാമിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല എന്ന നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയും. അനാവശ്യ സപ്ലിമെൻ്റ് ഉപയോഗത്തിൻ്റെ ദോഷങ്ങൾ കൂടി നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കണം. ആവശ്യമില്ലാതെ സപ്ലിമെൻറ്റുകൾ കഴിക്കുന്നത് ദോഷകരമാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സപ്ലിമെൻറ്റുകൾക്കും വിഷാംശവും അല്ലെങ്കിൽ ടോക്സിസിറ്റിയും പാർശ്വഫലങ്ങളും സൈഡ് എഫക്റ്റൊക്കെ ഉണ്ടാകാറുണ്ട്.
ഉദാഹരണത്തിന് കൊഴുപ്പിൽ ലയിക്കുന്ന ചില വൈറ്റാമിനുകളുണ്ട്. വൈറ്റാമിൻ എ, ഡി, ഇ, കെ എന്നൊക്കെ. ശരീരത്തിൽ അധികമായിട്ട് ഈ വൈറ്റാമിനുകൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇത് ശരീരത്തിൽ അടിഞ്ഞുകൂടാം. ഇത് ശരീരത്തിൻ്റെ ടോക്സിസിറ്റി വർദ്ധിപ്പിക്കാം. അതേപോലെ തന്നെ ഉയർന്ന അളവിൽ വൈറ്റാമിൻ ഡി ദീർഘകാലം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ വൃക്കയിലെ കല്ലുകൾക്കും ശരീര കോശങ്ങളിലെ കാൽഷ്യം അടിഞ്ഞുകൂടിയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായിട്ട് വരാറുണ്ട്. വൃക്കക്കും കരളിനും ആയാസം ചില സപ്ലിമെൻറ്റുകൾ ഉണ്ടാക്കാറുമുണ്ട്. പണനഷ്ടം വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറുമാണ്. കുറവുകളില്ലാതെ അഥവാ ആവശ്യമില്ലാതെ കഴിക്കുന്ന മൾട്ടി വിറ്റാമിനുകൾ കൊണ്ട് യാതൊരു അധിക പ്രയോജനവും ആർക്കും ലഭിക്കുകയില്ല. ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കുകയാണെങ്കിൽ ധാരാളമായിട്ട് നാച്ചുറലി ഓറഞ്ചും നെല്ലിക്കയും പതിവായി കഴിക്കുന്ന ഒരാൾക്ക് എല്ലാ ദിവസവും വൈറ്റാമിൻ സി സപ്ലിമെൻറ്റ് കഴിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്ന് തന്നെ പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം സപ്ലിമെൻറ്റുകൾക്ക് മരുന്നുമായിട്ടുള്ള പ്രതിപ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഇൻറ്ററാക്ഷൻ വിത്ത് മെഡിസിൻസ് ആണ്. പലപ്പോഴും പലരും സപ്ലിമെൻറ്റുകൾ ഒരു തത്വാധീഷ്ഠിതമില്ലാതെ കൊടുക്കാറുണ്ട്. ചില രോഗികൾ കഴിക്കുന്ന മരുന്നുകളുമായിട്ട് ഇത് പ്രതിപ്രവർത്തിച്ച് അവയുടെ ഫലത്തെ, മരുന്നുകളുടെ ഫലത്തെ ഇത് ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കാൽഷ്യം സപ്ലിമെൻറ്റുകൾ തൈറോയ്ഡ് മരുന്നുകൾക്കൊപ്പം കഴിക്കുന്നത് ചിലപ്പോൾ ഈ തൈറോയ്ഡ് മരുന്നുകളുടെ ആഗിരണം കുറക്കാൻ, അതിൻ്റെ എഫിക്കസി കുറക്കാൻ വേണ്ടി കാരണമാകാറുണ്ട്. ഭക്ഷണം ആദ്യം എന്ന സമീപനമാണ് ഫുഡ് ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നതാണ് ഏറ്റവും ശാസ്ത്രീയമായിട്ട് ഉള്ളത്. സ്വാഭാവിക ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടുന്ന പോഷണങ്ങൾ ആ രൂപത്തിൽ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ സപ്ലിമെൻറ്റേഷൻസിലേക്ക് പോകേണ്ടത്. സ്വാഭാവിക ഭക്ഷണത്തിൽ പോഷണങ്ങൾ ഏറ്റവും മികച്ച രൂപത്തിൽ നാരുകൾക്കും മറ്റും പ്രയോജനകരമായ സംയുക്തങ്ങളോടൊപ്പം അടങ്ങിയിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാം കൃത്യമായ അനുപാതത്തിലാണ് നാച്ചുറലായിട്ടുള്ള ഫുഡിൽ ഉള്ളത്. ഉദാഹരണത്തിന് ചീര കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇരുമ്പിനൊപ്പം ഫോളേറ്റും ധാരാളം ഫൈബർ, നാരുകളൊക്കെ കിട്ടും. കൊഴുപ്പുള്ള മത്സ്യം നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒമേഗ 3യും പ്രോട്ടീനും ഒരുമിച്ച് ലഭിക്കും. ഇതൊരു കോമ്പിനേഷനായിട്ടാണ് എപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരിക. സപ്ലിമെൻറ്റുകൾ ജീവൻ രക്ഷിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സപ്ലിമെൻറ്റ് മോശം എന്നല്ല. ചില സാഹചര്യങ്ങൾ ചിലർക്കെങ്കിലും ആജീവനാന്തമായിട്ട് തന്നെ സപ്ലിമെൻറ്റേഷനുകൾ ആവശ്യമായിട്ട് വരാറുമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഗ്യാസ്ട്രിക് ബൈപ്പാസ് സർജറി ചെയ്യപ്പെട്ട വിധേയരായ ഒരു മനുഷ്യൻ, അവർക്ക് വൈറ്റാമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സർജറിക്ക് ശേഷം അവർ പക്ഷേ വൈറ്റാമിൻ B12 സ്ഥിരമായി തന്നെ കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകാറുമുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർ ഈ B12 അതുപോലെ തന്നെ ഫോളിക് ആസിഡും ഒക്കെ മരിക്കുന്നത് വരെ സ്ഥിരമായി കഴിക്കേണ്ടുന്ന ഒരു അവസ്ഥയും ഉണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് സപ്ലിമെൻറ്റുകൾ ഒരിക്കലും ഭക്ഷണത്തിന് പകരമാവില്ല എന്നത് തന്നെയാണ്. വൈദ്യ ഉപദേശത്തിൻ്റെയോ രക്തപരിശോധനയുടെയോ ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രം ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കേണ്ടതാണ് സപ്ലിമെൻറ്റുകൾ. ആവശ്യമില്ലാത്ത സപ്ലിമെൻറ്റുകൾ അമിതമായി ഉപയോഗിക്കുന്നത് വെള്ളം നനഞ്ഞ് കിടക്കുന്ന ചെടിക്ക് വീണ്ടും വീണ്ടും വെള്ളം ഒഴിക്കുന്നത് പോലെയാണ്. ഇത് സഹായിക്കില്ല എന്ന് മാത്രമല്ല, പക്ഷേ അത് ദോഷകരമായിട്ട് ഭവിക്കുകയും ചെയ്തേക്കാം. ഏതെങ്കിലും സപ്ലിമെൻറ്റ് നിങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ രക്തത്തിലെ അളവുകൾ പരിശോധിക്കുക, സ്വാഭാവികമായിട്ടുള്ള സമീകൃതാഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സപ്ലിമെൻറ്റുകൾ വാങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഡോക്ടറുമായോ അല്ലെങ്കിൽ പോഷകാഹാര വിദഗ്ധനെയോ സമീപിച്ച് അവരുടെ അഭിപ്രായം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം ആവശ്യമെങ്കിൽ മാത്രം നിർദ്ദേശിക്കുന്ന കാലയളവിലേക്ക് മാത്രമായിട്ട് സപ്ലിമെൻറ്റുകൾ ചുരുക്കുക. ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണമാണ് നമ്മുടെ ഔഷധം. ഫുഡ് ഷുഡ് ബി ദൈ മെഡിസിൻ എന്നാണ് പറയാറുള്ളത്, സപ്ലിമെൻ്റ് അല്ല. ഒരു പക്ഷേ സപ്ലിമെൻറ്റുകൾ നമ്മുടെ ജീവൻ രക്ഷാ മാർഗമായി പല സാഹചര്യത്തിലും നമ്മളെ സഹായിക്കാറുണ്ടെങ്കിലും ഭക്ഷണത്തിൽ കിട്ടുന്നില്ലെങ്കിൽ മാത്രമോ അല്ലെങ്കിൽ ഒരു പരിധിയിലധികം നമ്മുടെ ശരീരത്തിന് ആ പോഷണം ആവശ്യം വരുന്ന സമയത്തിലോ മാത്രം ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനോടുകൂടി കുറച്ച് കാലത്തേക്ക് മാത്രം ഉപയോഗിക്കേണ്ടതാണ് സപ്ലിമെൻറ്റുകൾ. ഈ സപ്ലിമെൻറ്റുകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത് 2 തരത്തിലുള്ള സപ്ലിമെൻറ്റുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. ഒന്ന്, ഫുഡ് സപ്ലിമെൻറ്റുകൾ എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഫുഡ് ആൻഡ് സേഫ്റ്റി രജിസ്ട്രേഷനുള്ള സർട്ടിഫിക്കേഷനുള്ള ഭക്ഷണത്തിൽ നിന്നുണ്ടാക്കപ്പെടുന്ന സപ്ലിമെൻറ്റുകളാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെൻറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്.
മറ്റൊന്ന് സിന്തറ്റിക്കലി ഉണ്ടാക്കപ്പെടുന്ന സപ്ലിമെൻറ്റുകളാണ്. ഈ സിന്തറ്റിക്കലി ഉണ്ടാക്കുന്ന സപ്ലിമെൻറ്റുകൾക്ക് ഗുണം പെട്ടെന്ന് തന്നെ റിസൾട്ട് നൽകാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ടോക്സിസിറ്റി, ചീത്ത പ്രതിപ്രവർത്തനം ശരീരത്തിൽ നടത്താനുമുള്ള കഴിവ് വളരെ അധികമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽപ്പെട്ട സപ്ലിമെൻറ്റുകൾ കൊടുക്കാനുള്ള അവകാശമുള്ളത് ഒരു മെഡിക്കൽ ഡോക്ടർക്ക് മാത്രമാണ്. ആ സപ്ലിമെൻറ്റുകൾ പരിധിയിലധികം ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ കൂടുതൽ ഡോസിൽ ഉപയോഗിച്ചാലോ നിങ്ങളെ അത് നിത്യരോഗിയായിട്ട് മാറ്റാം. പക്ഷെ അതേസമയം താരതമ്യേന വളരെ വളരെ ടോക്സിസിറ്റി കുറഞ്ഞതും വളരെ സംരക്ഷിതമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെൻ്റാണ് ഫുഡ് സപ്ലിമെൻ്റ് എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ. നമ്മളെല്ലാം വ്യാകുലപ്പെടുന്നത് പോലെ കെമിക്കലി ഉണ്ടാക്കുന്ന സപ്ലിമെൻറ്റുകൾ കൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങളൊന്നും തന്നെയും ഫുഡ് സപ്ലിമെൻറ്റിൽ സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. എങ്കിൽ കൂടിയും നമ്മൾ എക്സ്പേർട്ട് ഒപ്പീനിയനോട് കൂടി മാത്രം തന്നെ സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കാവൂ എന്നാണ് എൻ്റെ നിർദ്ദേശം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.